അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പള്ളിയിൽ കയറി അഭിവാദനം ചെയ്യാം. ഇസ്ഹാഖ് ഹസനിയുടെ ലേഖനം. തഹിയ്യത്ത് എന്ന പദത്തിന് ഉപചാരം, തിരുമുൾക്കാഴ്ച, അഭിവാദനം, അഭിവന്ദനം, പ്രണാമം, വണക്കം എന്നെല്ലാമാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസി അവന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്ന നിസ്കാരമാണ് തഹിയ്യത്ത്. പള്ളിയിൽ കയറി ഇരിക്കുന്നതിന് മുമ്പാണ് ഇത് നിർവഹിക്കേണ്ടത്. പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ നിങ്ങൾ അവിടെ ഇരിക്കരുത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇരിക്കുന്നതോടെ തഹിയ്യത്ത് നഷ്ടമാകും എന്ന് അറിയുന്നതോടെ മനഃപൂർവ്വം പള്ളിയിൽ കയറി ഇരുത്തം ഉറപ്പിച്ചാൽ അത് അംഗശുദ്ധി വരുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും തഹിയ്യത്ത് നഷ്ടമാകും. ഇരിക്കുന്നത് മൂലം തഹിയ്യത്ത് നഷ്ടമാകുമെന്ന് അറിയാതെയോ മറന്നുകൊണ്ടോ അല്പസമയം ഇരിക്കുന്നതിലൂടെ തഹിയ്യത്ത് നഷ്ടമാവുകയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ പള്ളിയിൽ കയറി ഇരുന്ന വ്യക്തിയോട് എണീറ്റ് നിസ്കരിക്കാൻ നിർദ്ദേശിച്ച സംഭവം ഇക്കാര്യം വ്യക്തമാക്കുന്നതായി ജ്ഞാനികൾ വിവരിക്കുന്നുണ്ട്. ശക്തമായ ദാഹമുള്ള സമയം, വെള്ളം കുടിക്കാനായി അല്പസമയം ഇരിക്കുക, ഇരിക്കാതെ കൂടുതൽ സമയം ചെലവഴിക്കുക എന്നിവ കൊണ്ടും തഹിയ്യത്ത് നഷ്ടമാവുകയില്ല. ഐച്ഛിക നിസ്കാരങ്ങൾ ഇരുന്നു കൊണ്ട് നിർവഹിക്കാവുന്നതിനാൽ തഹിയ്യത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതി തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം ഇരുന്നു കൊണ്ട് നിസ്കാരം പൂർത്തിയാക്കാവുന്നതാണ്. തഹിയ്യത്ത് നിസ്കാരം ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുന്ന് നിയ്യത്ത് ചെയ്യുന്നതിലും വിരോധമില്ല. പള്ളിയിൽ പ്രവേശിച്ച് ശേഷം ദീർഘസമയം അവിടെ നിൽക്കുന്നതിലൂടെ അഥവാ 2 റക്അത്ത് നിസ്കരിക്കാൻ ആവശ്യമായ സമയം നിൽക്കുന്നതിലൂടെ തഹിയ്യത്ത് നഷ്ടമാകുമെന്ന വീക്ഷണവുമുണ്ട്. പ്രസ്തുത വീക്ഷണം അനുസരിച്ച് പള്ളിയിൽ പ്രവേശിച്ച ഉടനെ മിഹ്റാബ് ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയും പള്ളി വിശാലമായതിനാൽ മിഹ്റാബിൽ എത്താൻ 2 റക്അത്ത് നിസ്കരിക്കാൻ ആവശ്യമായതിൽ കൂടുതൽ സമയം ആവശ്യമാവുകയും ചെയ്താൽ തഹിയ്യത്ത് നഷ്ടമാവുകയില്ല. അല്പസമയത്തിനുള്ളിൽ പലതവണ പള്ളിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഓരോ തവണ പ്രവേശിക്കുമ്പോഴും തഹിയ്യത്ത് പുണ്യമുണ്ട് ഇല്ലെന്ന് പറഞ്ഞ ജ്ഞാനികളും ഉണ്ട്. അംഗശുദ്ധിയോടുകൂടി പള്ളിയിൽ പ്രവേശിക്കുന്നവർ അംഗശുദ്ധിയില്ലാതെ പള്ളിയിൽ പ്രവേശിക്കുകയും ഇരിക്കുന്നതിന് മുമ്പ് അംഗശുദ്ധി വരുത്തുകയും ചെയ്തവർ, പള്ളിയിൽ വെച്ച് അധ്യാപനം നടത്തുന്നവർ, വിദ്യാർത്ഥികൾ തൻ്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞവർക്കെല്ലാം പള്ളിയിൽ പ്രവേശിച്ച ഉടൻ തഹിയ്യത്ത് നിർവഹിക്കൽ പുണ്യമാണ്. മുട്ടിൽ ഇഴഞ്ഞ് അല്ലെങ്കിൽ നിരങ്ങി പള്ളിയിലെത്തിയവർക്കും തഹിയ്യത്ത് സുന്നത്തുണ്ട്. ഇരുന്ന് പള്ളിയിൽ പ്രവേശിച്ചവർ കിടക്കുന്നുവെങ്കിൽ അല്ലാത്ത പക്ഷം സമയം ദീർഘിക്കുന്നതോടെ, ചെരിഞ്ഞു കിടന്ന് വന്നവർ മലർന്നു കിടക്കുന്നതോടെയും മലർന്നു കിടന്ന് വന്നവർ ദീർഘസമയം കഴിയുന്നതോടെയുമാണ് തഹിയ്യത്ത് നഷ്ടമാകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ച നിസ്കാരം ആയതിനാൽ കാരണമില്ലാതെ തഹിയ്യത്ത് ഉപേക്ഷിക്കുന്നത് അഭിലഷണീയമല്ല, കറാഹത്താണ്. തഹിയ്യത്ത് നിസ്കരിച്ചാൽ നിർബന്ധ നിസ്കാരം നിർവഹിക്കാൻ പര്യാപ്തമായ സമയം ലഭിക്കാതിരിക്കുക പോലുള്ള കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് തഹിയ്യത്ത് ഉപേക്ഷിക്കേണ്ടത്. അത്തരം സാഹചര്യങ്ങളിൽ തഹിയ്യത്ത് ഉപേക്ഷിച്ച് നിർബന്ധ നിസ്കാരത്തിൽ പ്രവേശിക്കുകയാണ് വേണ്ടത്. നിർബന്ധ നിസ്കാരത്തിൽ പ്രവേശിക്കാതെ തഹിയ്യത്ത് നിർവഹിക്കുന്നത് അവർക്ക് നിഷിദ്ധവുമാണ്. മുൻചെന്ന കാരണമുള്ള നിസ്കാരമായതിനാൽ എല്ലാ സമയത്തും നിരുപാധികവും പിന്തിയ കാരണങ്ങൾ ഉള്ളതുമായ നിസ്കാരങ്ങൾ കറാഹത്തുള്ള സമയത്തും തഹിയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. സുന്നത്ത് നിസ്കാരം കറാഹത്തുള്ള സമയങ്ങളിൽ തഹിയ്യത്ത് നിസ്കരിക്കൽ കറാഹത്താണ് എന്ന വീക്ഷണം പ്രകടിപ്പിച്ച ജ്ഞാനികളും ഉണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ജ്ഞാനികൾ ഈ വീക്ഷണമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. തഹിയ്യത്ത് മുൻചെന്ന കാരണമുള്ള സുന്നത്ത് നിസ്കാരമാണ്. അത്തരം കാരണങ്ങളില്ലാത്ത നിസ്കാരങ്ങളാണ് പ്രസ്തുത സമയങ്ങളിൽ കറാഹത്തുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഒരാൾ തഹിയ്യത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ കയറി ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഖുതുബ നിർത്തി അദ്ദേഹത്തോട്
തഹിയ്യത്ത് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. തഹിയ്യത്ത് നിസ്കരിക്കാൻ എല്ലാ സമയത്തും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. വല്ല സമയത്തും തഹിയ്യത്ത് ഒഴിവാക്കാമായിരുന്നെങ്കിൽ ആ സമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് തഹിയ്യത്ത് നിസ്കരിക്കാൻ കൽപ്പിക്കുമായിരുന്നില്ല. കാരണം തഹിയ്യത്ത് പള്ളിയിൽ കയറി ഇരിക്കുന്നതിന് മുമ്പ് നിർവഹിക്കേണ്ട നിസ്കാരമാണ്. മാത്രവുമല്ല, ഖുതുബയുടെ സമയത്ത് തഹിയ്യത്ത് നിസ്കരിക്കണമെന്ന നിയമം അദ്ദേഹത്തിന് അറിയുകയും ഇല്ലായിരുന്നു. എന്നിട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് എണീറ്റ് തഹിയ്യത്ത് നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടതിലൂടെ തഹിയ്യത്ത് ഒരു സമയത്തും ഒഴിവാക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നത് എന്നാണ് മറ്റു ജ്ഞാനികൾ അതിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളത്. സംഘ നിസ്കാരത്തിനായി ഇഖാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിർബന്ധ നിസ്കാരമില്ലാതെ മറ്റു നിസ്കാരങ്ങളില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഇമാം നിർബന്ധ നിസ്കാരത്തിൽ പ്രവേശിച്ച ശേഷവും മുഅദ്ദിന് ഇഖാമത്ത് ആരംഭിച്ച ശേഷവും തഹിയ്യത്ത് ഉൾപ്പെടെയുള്ള നിസ്കാരങ്ങൾ ആരംഭിക്കൽ അഭിലഷണീയം അല്ല. ഇമാമു ഒന്നിച്ചുള്ള തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമാകുമെന്ന് ഭീതിയുണ്ടെങ്കിലും തഹിയ്യത്ത് നിർവഹിക്കാതെ ജമാഅത്ത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് വേണ്ടത്. തഹിയ്യത്ത് നിർവഹിക്കാതെ ഇരിക്കുന്നതും ഇമാമും ഒന്നിച്ചുള്ള തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടുത്തി തഹിയ്യത്ത് നിസ്കരിക്കുന്നതും കറാഹത്താണ്. ഇരിക്കുന്നതിന് മുമ്പ് നിർബന്ധ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ തഹിയ്യത്ത് കൂടി ലഭിക്കുന്നതാണ്. ഖുതുബയുടെ സമയത്ത് പള്ളിയിൽ പ്രവേശിച്ച ഖതീബ് ഖുതുബയിൽ നിന്ന് വിരമിച്ച ശേഷം അല്ലെങ്കിൽ ഖുതുബ തീരാറായ സമയത്ത് സന്നിധരായവർ, തവാഫ് ഉദ്ദേശിച്ചുകൊണ്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച തീർത്ഥാടകർ എന്നിവർക്കും തഹിയ്യത്ത് നിസ്കാരം കറാഹത്താണ്. ആവശ്യമായ ശ്രോതാക്കൾ ഇല്ലാത്തതുകൊണ്ടോ മറ്റോ പള്ളിയിൽ പ്രവേശിച്ച ഉടനെ ഖുതുബ ആരംഭിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഖതീബിന് തഹിയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. തവാഫ് ഉദ്ദേശിക്കാതെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നവർക്കും തവാഫ് നിർവഹിക്കാൻ സൗകര്യപ്പെടാത്തവർക്കും തഹിയ്യത്ത് നിർവഹിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് തഹിയ്യത്ത് സുന്നത്തുമാണ്. തവാഫ് നിർവഹിക്കുന്നത് കൊണ്ട് മസ്ജിദുൽ ഹറാമിലെ തഹിയ്യത്ത് നഷ്ടപ്പെടാത്തതിനാൽ തവാഫിനു ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ തഹിയ്യത്ത് കൂടി കരുതിയാൽ രണ്ടിൻ്റെയും പുണ്യം ലഭിക്കും. ഖുതുബ നടക്കുന്ന സമയത്ത് നിർബന്ധവും ഐച്ഛികവുമായ നിസ്കാരങ്ങളെല്ലാം നിഷിദ്ധമാണ്. തഹിയ്യത്ത് നിസ്കാരത്തിന് മാത്രം വിലക്കില്ല. ഖുതുബയ്ക്ക് ഇടയിൽ പള്ളിയിൽ പ്രവേശിച്ചവർക്ക് ലഘുവായ രീതിയിൽ 2 റക്അത്ത് തഹിയ്യത്ത് നിർവഹിക്കൽ സുന്നത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമുഅ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ തഹിയ്യത്ത് നിർവഹിക്കാതെ പള്ളിയിൽ കയറിയിരുന്ന സുലൈഖുൽ ഖത്തുഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ലഘുവായ രീതിയിൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വിവരിച്ചിട്ടുണ്ട്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇമാം ജുമുഅ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെയാണ് നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിക്കുന്നത് എങ്കിലും ലഘുവായി 2 റക്അത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ. പള്ളിയിൽ പ്രവേശിച്ച ഉടനെ തഹിയ്യത്ത് ഉദ്ദേശിക്കാതെ 2 റക്അത്ത് നിരുപാധിക ഐച്ഛിക നിസ്കാരം നിർവഹിച്ചാലും നിർബന്ധമോ ഐച്ഛികമോ ആയ ജനാസ നിസ്കാരം 1 റക്അത്ത് വിത്ർ അല്ലാത്ത മറ്റു നിസ്കാരങ്ങൾ നിർവഹിച്ചാലും തഹിയ്യത്ത് ഉപേക്ഷിക്കുന്നതിൻ്റെ കറാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാകും. എന്നാൽ തഹിയ്യത്തിൻ്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അതുകൂടി കരുതേണ്ടതാണ്. നിർബന്ധമോ ഐച്ഛികമോ ആയ മറ്റു നിസ്കാരങ്ങളോടൊപ്പം തഹിയ്യത്ത് കൂടി കരുതിയാൽ 2 നിസ്കാരങ്ങളുടെയും പുണ്യം ലഭിക്കുന്നതാണ്. തഹിയ്യത്ത് നിസ്കാരം 2 റക്അത്താണ്, അഥവാ 2 റക്അത്ത് നിസ്കരിക്കുന്നതാണ് ശ്രേഷ്ഠം. ഒരു സലാമിലായി 2-ൽ കൂടുതൽ നിസ്കരിച്ചാലും സാധുവാകും. പൂർണ്ണമായും തഹിയ്യത്തായി ഗണിക്കുകയും ചെയ്യും. 2 റക്അത്ത് നിസ്കരിച്ച് സലാം പറഞ്ഞ ശേഷം അറിഞ്ഞുകൊണ്ട് വീണ്ടും നിസ്കരിച്ചാൽ 2-ാം നിസ്കാരം സാധുവാവുകയില്ല. അറിവില്ലാതെയാണ് നിസ്കരിച്ചത് എങ്കിൽ 2-ാം നിസ്കാരം നിരുപാധിക ഐച്ഛിക നിസ്കാരമായി പരിഗണിക്കപ്പെടുന്നതാണ്. പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനാൽ തഹിയ്യത്ത് ലഭിക്കുന്നതിന് ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കാരമെങ്കിലും നിർവഹിച്ചിരിക്കണം എന്നതാണ് പണ്ഡിത മതം. പള്ളിയിൽ കയറി 1 റക്അത്ത് അത് വിത്ർ നിസ്കരിച്ചുകൊണ്ടോ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടോ തഹിയ്യത്ത് ലഭിക്കുകയില്ല.
പള്ളിയിൽ കയറി ഒരു റക്അത്ത് വിത്ർ നിസ്കരിച്ചതുകൊണ്ടോ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തതുകൊണ്ടോ തഹിയ്യത്ത് ലഭിക്കുകയില്ല. അംഗശുദ്ധിയില്ലാത്തതുകൊണ്ടോ മറ്റു കാരണങ്ങളാലോ തഹിയ്യത്ത് നിർവഹിക്കാൻ സാധിക്കാതെ വന്നാൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അളീം എന്ന കീർത്തനം 4 തവണ ഉരുവിടൽ സുന്നത്തുണ്ട്. അത് 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് തുല്യമാണെന്ന് ജ്ഞാനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്.